നമ്മൾ നേര്യമംഗലം കൃഷി ഫാമിൻ്റെ പ്രദർശന ഹാളിലേക്ക് നമ്മൾ കടക്കുവാണ്. എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് കാണാൻ വേണ്ടി ഇവിടെ വന്നത്. അപ്പം നമുക്ക് അകത്ത് പോയി ഈ കാർഷിക വിളകളും അതുപോലെ തന്നെ എന്തെല്ലാം പ്രദർശനങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ തനി നാടൻ രീതിയിൽ എൻ്റെ കമാനമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. 2 വാഴക്കുലയൊക്കെ വെട്ടി ആ കൊലയോട് കൊണ്ടുവന്ന് വെച്ച് ഇതൊക്കെ ഒരു പഴയകാല സ്മരണകളെ നമ്മളിലേക്ക് ഇവിടെ എത്തിക്കും. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ അലങ്കാരങ്ങൾ. അതുപോലെ ഇന്നൊരു സ്റ്റേജ് പ്രോഗ്രാമുണ്ട്, ഗാനമേളയാണ്. അവർ നേരത്തെ എത്തിയിട്ടുണ്ട്. അവരെ ട്രൂപ്പൊക്കെ വെച്ച് കെട്ടി സെറ്റപ്പാക്കുന്നു. ഇതിൻ്റെ സംഘാടകരെന്ന് പറയുന്നത് ഇതിൻ്റെ ജീവനക്കാർ തന്നെയാണ്. അവരതിൻ്റെ നിർദ്ദേശങ്ങളും വളണ്ടിയറൊക്കെ ആയിട്ട് നിന്ന് നമുക്കതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. നല്ലൊരു സ്റ്റേജ് അവർ കെട്ടി ഭംഗിയാക്കിയിട്ടുണ്ട്. ആൾക്കാർക്ക് സുഗമമായിട്ടിരുന്ന് കാണാനൊക്കെ എല്ലാ അവസരങ്ങളും അവിടെയുണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ നമ്മൾ പെരുന്നാൾ സ്ഥലത്ത് കാണുന്ന ഐസ്ക്രീം കച്ചവടം, അതുപോലെ തന്നെ ജ്യൂസ്, കരിമ്പിൻ ജ്യൂസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ കുറേ വിത്തുകൾ, ചെടികൾ, അപൂർവ ഇനം സസ്യങ്ങൾ ഇതൊക്കെ അവിടെ വിൽപ്പനയും അതിൻ്റെ ക്ലാസ്സും ഒക്കെയുണ്ട്. പിന്നെ ചില മരുന്നുകൾ, ലേഹ്യങ്ങൾ, ഇതൊക്കെ കുടുംബശ്രീയുടെ പോലത്തെ ചില, അതുപോലെ സർക്കാരിൻ്റെ അണ്ടർടേക്കിങ്, അതുപോലെ തന്നെ അവരുടെ ഗ്യാരണ്ടിയൊക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ വിശ്വസിച്ച് വാങ്ങാവുന്ന പറ്റിയ സാധനങ്ങളൊക്കെ ആട്ടോ. ഓരോ വിത്തുകളും ചെടികളും ഒക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നെല്ലിനങ്ങൾ, അതുപോലെ തന്നെ കമുക്, കൊക്കോ, ഇത്തരത്തിലുള്ള ചില ചെടികൾ, പിന്നെ പൂന്തോട്ടത്തിൽ വെക്കേണ്ട ചില പ്രത്യേക ഇനം ചെടികൾ, അതൊക്കെ വലിയ വിലയ്ക്ക് വിൽക്കുന്ന സാധനങ്ങൾ വില കുറച്ച് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതെനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. വീണ്ടും നമ്മുടെ സ്റ്റാളുകൾ അങ്ങനെ മുമ്പോട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചേച്ചിമാരുടെ കുറച്ച് കോക്കനട്ട് ഉൽപ്പന്നങ്ങൾ, അതായത് നല്ല വെളിച്ചെണ്ണ, അച്ചാറുകൾ, കോക്കനട്ട് കൊണ്ടുള്ള വിഭവങ്ങളെല്ലാം അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതും കുടുംബശ്രീയുടെയാണെന്ന് എനിക്ക് തോന്നുന്നത്, കുടുംബശ്രീയാണ്. പിന്നെ ഈ കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി ചേട്ടൻ വന്നിട്ടുണ്ട്. നല്ല കൈവിരുതോടു കൂടി പണി കഴിപ്പിച്ച, പ്രത്യേകിച്ചും പാഴ്വസ്തുക്കളിൽ നിന്നാണ് കൂടുതൽ ഇതിൻ്റെയൊക്കെ നിർമ്മാണം തോന്നുന്നു. അതുപോലെ തന്നെ ഈ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ നമ്മളെവിടെ ചെന്നാലും കാണുന്നതാണ് കരിപ്പെട്ടി, കൽക്കണ്ടം ഇവ ഒക്കെ വിൽക്കുന്നത്. പക്ഷേ ഇച്ചിലൂടെ ഗ്യാരണ്ടി ആയിട്ട് മേടിക്കാമെന്ന കരിപ്പെട്ടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ സർക്കാർ ഇതിനൊന്നും പ്രത്യേകിച്ച് അനുമതി കൊടുക്കുന്നതല്ല. അപ്പം നല്ല കരിപ്പെട്ടി അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈറ്റ കൊണ്ട് നെയ്തെടുത്ത ലൈറ്റ് ഷെയ്ഡുകൾ, അത് വളരെ മനോഹരമായി തോന്നി. എനിക്ക് ഓർമ്മ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വാഹന സൗകര്യവും എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറയെല്ലാം ഇതെല്ലാം കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഓർമ്മ വാങ്ങിയില്ല. തന്നെയുമല്ല, അത് അവിടെ ആ ചേച്ചിമാർ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ ഒറിജിനലായിട്ട് അവർ പുരാതനമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ലൈറ്റ് ഷെയ്ഡുകൾ, ഇതൊക്കെ വളരെ കമനീയമായ സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ അപൂർവമായിട്ടുള്ളൂ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ ഭിത്തിയിലൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ കൊട്ട, വട്ടി, മുറം, ഇതൊക്കെ പ്ലാസ്റ്റിക് യുഗമാണെങ്കിലും ഇന്നും ഇതൊക്കെ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന കാരണന്മാരുള്ള വീടുകളുണ്ട്. മിക്കവാറും എല്ലാ ഈ കടകളിലും അല്ലെങ്കിൽ ഈ സ്റ്റോളുകളിലും ചേച്ചിമാരാണ് ഇരിക്കുന്നത്. ഒരു നാരീശക്തി തന്നെ നമുക്കിവിടെ കാണാം. അതിൻ്റെ ജീവനക്കാരും സെയിൽസും ഓഫീസറും എല്ലാം ഇവർ തന്നെയാണ്. പിന്നെ നല്ല ഒരു കൃഷിത്തോട്ടത്തിലെ ഒരു കപ്പളം അവിടെ വിളഞ്ഞു നിൽക്കുന്നു. അതും ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ കപ്പളം നിൽക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ച ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്യാമറ കണ്ടതേ അവിടെയുള്ള ആ സ്റ്റാഫുകൾ, ആ മാഡമൊക്കെ എഴുന്നേറ്റ് നിന്നു. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യമായി ചോദിച്ചെങ്കിലോ എന്നൊക്കെ വിചാരിച്ചാണോ അല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നിരുന്നാലും അവരുടെ അടുത്തൊരു നിർദ്ദേശം കാണും. അതായത് വരുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ വരുന്ന ആളുകൾ നമ്മുടെ അതിഥികളാണ്, അവർ നമുക്ക് വേണ്ടവണ്ണം സ്നേഹമായിട്ടും അതുപോലെ തന്നെ അവരോട് ഇടപെടലൊക്കെ നല്ല സ്മൂത്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരിയാണ്. സാധാരണഗതിയിൽ ഒരു സർക്കാരിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നിടത്തിൽ കഴിഞ്ഞാൽ ഒരു ധാർഷ്ട്യം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ എല്ലാ ഓഫീസുകളിലും നമ്മളെ കൺസ്യൂമറാണ് ദ കിങ്, അവരാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലുള്ള
ആളുകളുമാണ് കൂടുതലായിട്ട് ഉള്ളത്. പിന്നെ നല്ല ചക്കയുടെ വിഭവങ്ങൾ, ഇപ്പോൾ ചക്കയുടെ സീസണല്ല എന്ന്. പിന്നെ നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്നത് അവരുടെ പ്രധാന കവാടത്തിലേക്കാണ്. നല്ല കമനീയമായൊരു കവാടം അവിടെയുണ്ട്. ആ കവാടം കഴിഞ്ഞ് അങ്ങ് ചെന്ന് കഴിയുമ്പോഴാണ് പിന്നെ ഒരു പച്ചക്കറിത്തോട്ടമാണ്. ആ പച്ചക്കറിത്തോട്ടം ഇപ്പം നല്ല ഭംഗിയായിട്ട് വിളഞ്ഞ് നിൽക്കുന്ന പച്ചക്കറികൾ, വിവിധ ഇനം പച്ചക്കറികളുണ്ട്. അപ്പോൾ സമയക്കുറവ് കൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് കയറുന്നില്ല. അതിലും നല്ല കാഴ്ചകൾ ഇതിൻ്റെ അപ്പുറം ഉള്ളതുകൊണ്ട് നമ്മൾ അതൊഴിവാക്കി അങ്ങ് കടന്നു പോവുകയാണ്. നല്ല വിളഞ്ഞ് നിൽക്കുന്ന പച്ചക്കറികളാണ് കൂടുതലും ഇപ്പോൾ ആ സമയത്ത്. അതുപോലെ തന്നെ പൂക്കാലം, ഇപ്പോൾ ഒരു വസന്തകാലമാണ്, ഇഷ്ടം പോലെ പൂവൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ തൊട്ടടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ജീവനക്കാരുടെ തന്നെ ഒരു ഭക്ഷണശാലയുണ്ട്. അതും നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെ ഉണ്ടാക്കി എന്നെ ക്ഷണിക്കുന്നുണ്ട്. അവർ കഴിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട്. ഞാൻ 1-2 വിഭവങ്ങളൊക്കെ, നല്ല അവിയൽ, തോരൻ, സാമ്പാർ, മോര്, രസം, ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് തോന്നുന്നത്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒരു മേശയ്ക്കപ്പുറം ഇരുന്ന് ഫയൽ നോക്കേണ്ടവർ മാത്രമല്ല. അവർ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ഇറങ്ങി ചിന്തിച്ച് പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്കും കൂടുതൽ കാര്യക്ഷമവുമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ജലപ്രവാഹമാണ്, ഒരു വെള്ളച്ചാട്ടമാണ്. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അവിടുന്ന് നമ്മൾ ഇടനാഴിയിലൂടെ ഇറങ്ങി അവരുടെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവരുടെ കൃഷി ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇരു സൈഡുകളിലും വളരെ ഭംഗിയായിട്ട് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിവിധ ഇനത്തിലുള്ള ചെടികളാണ്. അതിൻ്റെ കായ്ഫലമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ് എന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. നന്നായിട്ട് വിളവ് ലഭിച്ചിരുന്നു. അതിൻ്റെ വിൽപ്പനയും പരിചരണമൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ആവശ്യക്കാർക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ചെക്ക് ഡാമിൻ്റെ സൈഡിലേക്കാണ് ചെല്ലുന്നത്. അങ്ങോട്ടുള്ള പാത ഇരു സൈഡിലും ഈ മുള കൊണ്ടും ഇല്ലി കൊണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് ആ ഓരോ തൂണുകളുടെ മുകളിൽ നല്ല വൃത്തിയുള്ള ചെടികൾ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് ചില കുടുംബങ്ങളൊക്കെ സെൽഫി എടുക്കുന്നു. താഴോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ആ ചെക്ക് ഡാം കാണാം. ഇനി നമുക്ക് നാളെ ആ കാഴ്ചകൾ കാണാം. വളരെ അത്ഭുതകരമായ കാഴ്ചകളാണ് അവിടെയുള്ളത്. അങ്ങോട്ട് ധാരാളം ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളുമായി നാളെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.